കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കഴിഞ്ഞു, നട തുറന്നു. ഇന്ന് ഉദയാസ്തമന പൂജയൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ തിരക്കുകളൊക്കെ ഉണ്ട്. എന്നാലും നമുക്ക് തൊഴാനായിട്ട് പോവാം. ആദ്യം തന്നെ കിഴക്കേ നടയിൽ വന്നിട്ട് ആ മഞ്ജുളാലിൻ്റെ ഒന്ന് കണ്ട് പ്രദക്ഷിണം വയ്ക്കാം. മഞ്ജുള വാരസ്യാരെയൊക്കെ ഒന്ന് സ്മരിച്ച് നമുക്ക് പ്രദക്ഷിണം വെച്ച് അങ്ങനെ വരാം. അങ്ങനെ വന്ന് അത്തിമര ഗണപതി ക്ഷേത്രത്തിലെത്തിയാൽ ആ ഗണേശനെ കണ്ട് തൊഴാം. 4 ഭാഗത്തുനിന്ന് നമുക്ക് തൊഴാൻ പറ്റുന്നതാണ്. കാരണം മേൽക്കൂരയില്ലാത്ത അത്തിമരത്തിൻ്റെ ചുവട്ടിലാണ് ഗണപതി. അപ്പോൾ അവിടെ വന്ന് വിഘ്നങ്ങളൊക്കെ അകറ്റാനായിട്ട് പ്രാർത്ഥിച്ച് തൊഴുത് നമുക്കിങ്ങനെ വരാം. അങ്ങനെ വന്ന് ആ ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് പോരാം. അങ്ങനെ അകത്തേക്ക് പോരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് കൊടിമരം കാണാം. അതേപോലെ ആ വലിയ ബലിക്കല്ല് കാണാം. അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഗണേശൻ്റെ 2 കൊമ്പുകൾ കാണാം. അതിങ്ങനെ സ്വർണം കെട്ടിച്ചത്. അതിന് നടുക്കുള്ള ലക്ഷ്മി ദേവീനെയൊക്കെ കണ്ട് തൊഴുത് നമ്മൾ വാതിൽപ്പടിയാണ്ട് കയറുമ്പോൾ ഇടതേ സൈഡിലുള്ള മേൽപ്പത്തൂരിൻ്റെ പീഠവും അതേപോലെ ആ കെടാവിളക്കും കാണാം. അതൊക്കെ കണ്ട് അവരെ ഒന്ന് സ്മരിച്ച്, അതേപോലെ വലതേ സൈഡിലുള്ള ആദ്യത്തെ തൂണ് നോക്കിയിട്ട് നരസിംഹാവതാരം കാണിച്ചു കൊടുത്തു എന്ന് പറഞ്ഞാൽ ആ തൂണും നോക്കി തൊഴുത് നമുക്ക് ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കാം. അങ്ങനെ ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. ഇന്ന് വളരെ രസകരമായ കാര്യമാണ് കേട്ടോ. ആദ്യം തന്നെ ചമ്രം പടിഞ്ഞിരിക്കുക. കാൽത്തളകൾ കാണാനുണ്ട്, 2 കാൽത്തളകൾ ഇങ്ങനെ കാണാനുണ്ട്. എന്നിട്ട് ഇങ്ങനെ ഉണ്ണി ചമ്രം പടിഞ്ഞിരിക്കുക. അതുമാത്രമല്ല, വലതേ സൈഡിലൊരു ഹോമകുണ്ടം പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് ചുവന്ന പട്ടൊക്കെ അങ്ങനെ ആയിട്ട് ഹോമകുണ്ടം. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ സുഹൃത ഹോമം നടക്കുകയല്ലേ, അപ്പോൾ ആ ഒരു ഹോമം നടത്തുന്ന ഒരു ആചാര്യൻ്റെ സ്ഥാനത്താണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. അങ്ങനെ മുകളിലേക്ക് നോക്കുമ്പോൾ അരമണിക്ക് ഇങ്ങനെയൊക്കെ കാണാണ്ട് ചുവന്ന പട്ടുടുപ്പിട്ടിട്ടുണ്ട്. പിന്നെ മുകളിലേക്ക് ഇങ്ങനെ വളയം പോലത്തെ മാല, പതക്കം പോലത്തെ മാല, ഒരു മുല്ലമുട്ട് മാല, അങ്ങനെ പീലിത്തിരുമുടിയൊക്കെ കെട്ടിയിട്ടുണ്ട്. അതേപോലെ ഉണ്ടമാലകളുണ്ട്. തിരുമുടിമാല 2 ഉണ്ട്, ഉണ്ടമാലയും 2 ഉണ്ട്. എന്താ വെച്ചാൽ ഇടത്തെ കൈ ഇങ്ങനെ മാർത്ത് ഇങ്ങനെ വെച്ചിട്ട് വലത്തെ കൈ കൊണ്ട് ഹോമം ചെയ്യുന്ന പോലെയാണ്. അതിങ്ങനെ നല്ല രസമായിട്ടാണ് കാഴ്ച. അപ്പോൾ അന്നൊരു പ്രത്യേക ഒരു കാഴ്ചയാണ്. അപ്പോൾ എല്ലാവരും സമയത്ത്, അതായത് നമ്മളിപ്പോൾ ഏത് സമയത്താണോ കേൾക്കുന്നത് ആ സമയത്ത് ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് സോപാനപ്പടിയിൽ നിന്ന് കാണുകയാണ് എന്നുള്ള ആ ഒരു കാഴ്ചയിൽ മനസ്സുകൊണ്ട് ഉണ്ണീനെ കണ്ട് പ്രാർത്ഥിച്ചോളൂ കേട്ടോ. എല്ലാവരും നല്ലവണ്ണം പ്രാർത്ഥിച്ചോളൂ. ആ ഗുരുവായൂരപ്പൻ്റെ തിരുസന്നിധിയിൽ ആ സുഹൃത ഹോമം നടത്തുന്ന ആചാര്യനായിട്ടുള്ള പൊന്നുണ്ണിയാണ് കേട്ടോ. എല്ലാവരും കണ്ട് തൊഴുതോളൂ. അങ്ങനെ സോപാനപ്പടിയിൽ നിന്ന് നമ്മൾ ഇങ്ങനെ ഇറങ്ങിയിട്ട് ആദ്യം കാണുന്ന അഗ്നികോണിലുള്ള ബലിക്കല്ല് നോക്കി തൊഴാം. തിടപ്പള്ളി നോക്കി തൊഴുത്, അതേപോലെ ചുവരിൻ്റെ മുകളിലുള്ള ആലിലക്കണ്ണനെയും കണ്ട് തൊഴാം. പിന്നെ സപ്തമാതാക്കളെ കണ്ട് തൊഴുത് ഗണേശൻ്റെ അടുത്തേക്ക് വരാം. ഗണേശൻ്റെ അടുത്ത് വരുമ്പോൾ തിരക്കുണ്ട് കേട്ടോ. അങ്ങനെ അവിടെ വന്ന് നോക്കുമ്പോൾ മുഖത്തൊക്കെ ചന്ദനം ചാർത്തിയിട്ടുണ്ട്. കൊമ്പും തുമ്പിക്കൈയൊക്കെ ഇങ്ങനെ നന്നായിട്ട് ചാർത്തിയിട്ട് നല്ല രസമായിട്ട് അങ്ങനെ ചാർത്തിയിട്ടുണ്ട്. നെറ്റിത്തടത്തിൽ ഒക്കെ ചാർത്തിയിരുന്നു. അതിൻ്റെ മുകളിലൊരു ഗോപീതിലകം വെച്ചിട്ടുണ്ട്. അതേപോലെ കാതിലൊക്കെ കമ്മൽ പോലെ കടുക്കൻ പോലെയുള്ളത് ഉണ്ട്. അതേപോലെ വലിയ നല്ല സ്വർണത്തിൻ്റെ മാല ചാർത്തിയിട്ടുണ്ട്, കിരീടം വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഗണേശനെ കണ്ട് പ്രാർത്ഥിക്കാം. ഏകദന്തം മഹാകായം ദത്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി അറിയിലേക്ക് നോക്കുക. അപ്പോൾ ആ പുതിയ ഫോട്ടോ ഉണ്ട്, അതേപോലെ കിടാവിളക്കും ഉണ്ട്. സരസ്വതി ദേവീനെ പ്രാർത്ഥിക്കാം. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ അവിടെ കണ്ട് തൊഴുത് വരുമ്പോൾ ആ കോർണറിലെത്തിയ ചെറിയ ഗണേശനെ കണ്ട് തൊഴാം. അവിടെ നിന്ന് ആരോ മാലയൊക്കെ ചാർത്തിയിട്ടുണ്ട് കേട്ടോ. അതേപോലെ മത്സ്യത്തിനും ഉണ്ട് മാല ചാർത്തിയിട്ടുണ്ട്. പിന്നെ കൂർമ്മ, വരാഹം, നരസിംഹ വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ട് തൊഴാം. ആ വരാഹത്തിൻ്റെ ഒരു സൈഡിലേക്ക് നോക്കിയാൽ നമ്മുടെ ഉണ്ണിക്കണ്ണനെ കുറൂരമ്മയും ഒക്കെ ഇങ്ങനെ കാണാം. അത് കഴിഞ്ഞ് മേൽശാന്തിൽ അവിടെ നിന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങിയിട്ട് നമ്മളിങ്ങനെ വാമന രൂപവും ഗജേന്ദ്രമോക്ഷത്തിൻ്റെ രൂപവും അതേപോലെ അനന്തശായിയായ അനന്തപത്മനാഭനെയും അതേപോലെ വിഷ്ണുവിനെയൊക്കെ കണ്ട് ഗരുഡാരൂഢനായിരിക്കുന്ന വിഷ്ണുവിനെയൊക്കെ കണ്ട് തൊഴുത്
നമുക്കിങ്ങനെ വരാം. അങ്ങനെ വന്ന് ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. നമസ്കാരമൊക്കെ കഴിഞ്ഞ് നേരെ മുകളിലേക്ക് നോക്കിയാൽ ആ ഉഗ്രവീരമായ നരസിംഹത്തിനെ ഒന്ന് കണ്ടു തൊഴാം. പിന്നെ നമ്മളങ്ങനെ വന്ന് ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങളൊക്കെ ശ്രീരാമചന്ദ്രൻ, ബലരാമൻ, ഭാർഗവരാമനെയൊക്കെ കണ്ട് കൃഷ്ണൻ്റെ അടുത്ത് വരുമ്പോൾ 2 തുളസിമാല ഉണ്ട്, അവിടെയും കണ്ട് തൊഴുത്. അതേമാതിരി മുരുകനെ കണ്ട് തൊഴാം. അതേപോലെ തന്നെ ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരുമ്പോൾ ഇന്നൊരു വെറ്റിലമാല ഉണ്ട്, കുറച്ച് കുങ്കുമമുണ്ട് കേട്ടോ. അപ്പോൾ ഹനുമാൻ സ്വാമിയെ കണ്ട് തൊഴുത് പ്രാർത്ഥിക്കാം. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂതമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. ഹനുമാൻ സ്വാമിയെ കണ്ട് തൊഴുത് നമ്മൾ രാധാകൃഷ്ണ വിഗ്രഹവും കാളിയമർദ്ദന രൂപവും വെണ്ണക്കണ്ണനെയൊക്കെ കണ്ട് തൊഴാം. അത് കഴിഞ്ഞ് നേരെ ശ്രീകോവിലിൻ്റെ ആ ഓവിൻ്റെ അവിടേക്ക് വന്ന് അവിടെ നിന്ന് പ്രാർത്ഥിക്കാം. പിന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള താമരക്കണ്ണനെ, കൽപ്പകവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന താമരക്കണ്ണനെ കണ്ട് പ്രാർത്ഥിക്കാനുള്ളതൊക്കെ പ്രാർത്ഥിച്ച് നേരെ കിഴക്ക് വശത്തേക്ക് മുകളിലേക്ക് നോക്കിയാൽ കൊടിമരം കണ്ട് തൊഴാം. അങ്ങനെ കണ്ട് തൊഴുത് ആ ഗ്രില്ലിൻ്റെ അപ്പുറത്തേക്ക് നോക്കിയാൽ മണിക്കിണർ കാണാം. അതേപോലെ ആ നൃത്തറയിൽ കിടാവിളക്ക് ഇങ്ങനെ കത്തുന്നത് കാണാം. അതൊക്കെ കണ്ട് തൊഴുത് നമ്മളിങ്ങനെ കുറൂരമ്മേനെയും നാരദരെയും അതേപോലെ മേൽപ്പത്തൂരിനെയും വസുദേവരെയൊക്കെ കണ്ട് തൊഴുത് ഉണ്ണീനെ ഇങ്ങനെ കൊണ്ടുപോകുന്ന വസുദേവരാണ് അനന്തൻ കുട പിടിച്ച് നിൽക്കുന്ന. അതൊക്കെ കണ്ട് തൊഴുത് നമ്മൾ വടക്കേ നടയിൽ കൂടെ പുറത്ത് വന്ന് പ്രസാദ കൗണ്ടറിൻ്റെ അവിടെ നിന്ന് ചന്ദനവും തീർത്തൊക്കെ വാങ്ങാം. പിന്നീട് എടത്തരികത്തുകാവിൽ ഭഗവതീനെ കാണാനായിട്ട് ഇങ്ങനെ വരാം. അങ്ങനെ ഭഗവതിയുടെ അടുത്തേക്ക് വരുമ്പോൾ അവിടെയൊക്കെ നല്ല തിരക്കാട്ടോ. അങ്ങനെ തിരക്കാണെങ്കിലും നമുക്കതിൽ പോയി നോക്കാം. അങ്ങനെ വരുമ്പോൾ ധാരാളം പൂക്കൾ കാണാനുണ്ട്. ചുവന്ന പൂക്കളാണ്, ധാരാളം ചുവന്ന പൂക്കൾ. അർച്ചന പൂക്കളുണ്ട്, അതേപോലെ മാലയും ചുവന്ന പൂക്കൾ തന്നെയാണ്. പിന്നെ അങ്ങനെ ഗോളക അങ്ങോട്ട് ഇറക്കിയിട്ടുള്ളതാണ്. അപ്പോൾ അതേപോലെ ആ ശീവേലി വിഗ്രഹത്തിലും ഉണ്ട് ധാരാളം മാലകളൊക്കെ. അപ്പോൾ നമുക്ക് അമ്മയെ പ്രാർത്ഥിക്കാം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. അങ്ങനെ അമ്മയെ കണ്ട് തൊഴുത് അവിടുന്ന് ഇങ്ങനെ വരുമ്പോൾ കോർണറിലെത്തിയാൽ അങ്ങനെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് തിരിഞ്ഞ് നിൽക്കുക. എന്നിട്ട് മമ്മിയൂരപ്പനെ മനസ്സിൽ വിചാരിക്കുക. അപ്പോൾ മമ്മിയൂർ പോയിട്ട് നമ്മൾ ദർശനം കിട്ടുന്ന പോലെ സങ്കല്പിക്കുക. എന്നിട്ട് നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുകയും ചെയ്യുക. എന്നിട്ട് ഒന്ന് പ്രദക്ഷിണമാവുക. അപ്പോൾ അവിടെ പോയ ആ ഒരു ദർശന സായുജ്യം നമുക്ക് കിട്ടും. അങ്ങനെ അതിന് ശേഷം നമ്മൾ വീണ്ടും ആ കൊടിമരത്തിൻ്റെ അവിടെ വന്നിട്ട് ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് നമസ്കരിച്ചു. അങ്ങനെ കൂട്ടമ്പലത്തിൻ്റെ അവിടെ വന്ന് ഒന്ന് നമസ്കരിക്കാം. ആ കടാവിളക്ക് കാണാം സ്വാമീനെയും. പിന്നെ അയ്യപ്പസ്വാമിയുടെ അടുത്തേക്ക് വരിക. അയ്യപ്പസ്വാമിയുടെ അടുത്ത് വരുമ്പോഴോ അവിടെയും തിരക്കൊന്നുമില്ല കേട്ടോ. അവിടെ നല്ല സുഖം. അവിടെ എന്താ വെച്ചാൽ ചോറൂണിൻ്റെ തിരക്കുണ്ടെങ്കിൽ മാത്രമേ പതിയനെ വിടുള്ളൂ. അല്ലെങ്കിൽ രാവിലത്തെയും വൈകുന്നേരത്തെയും പ്രാദേശികം മാത്രമാണ് അതിനെ വിടുക. പിന്നെ അവിടെ വലിയ തിരക്ക് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ നോക്കുമ്പോൾ ആ കിരീടമൊക്കെ വെച്ചിട്ടുണ്ട്, മുഖത്തൊക്കെ അണിഞ്ഞിട്ടുണ്ട് ചന്ദനം, അതേപോലെ ഉടലൊക്കെ ചന്ദനം ചാർത്തിയിട്ടുണ്ട്. കാതിലിങ്ങനെ കാതിൽ കമ്മൽ വെച്ചിട്ടുണ്ട്, അതേപോലെ വലിയ കിരീടം വെച്ചിട്ടുണ്ട്, കാശ്മാല പോലത്തെ മാല ചാർത്തിയിട്ടുണ്ട് കാണാം. അപ്പോൾ അയ്യപ്പസ്വാമി നമ്മൾ എല്ലാവരും പ്രാർത്ഥിച്ചോളുന്നത് ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ. വടക്കേ നട അങ്ങനെ അവിടെ പ്രദക്ഷിണമായിട്ട് വന്ന് പടിഞ്ഞാറ് നടയിൽ വന്ന വാങ്ങിയിട്ട് സ്തംഭത്തിൻ്റെ മുകളിലേക്ക് നോക്കിയ വേണുഗോപാലിനെ കണ്ട് തൊഴുക. ഭഗവതീനെ കാണാൻ അങ്ങനെ കൊടിമരത്തിൻ്റെ മുകളിലേക്ക് നോക്കിയ ഗരുഡ ധ്വജനെയും കണ്ട് തൊഴുത് നമ്മളങ്ങനെ പടിഞ്ഞാറ് നടയിൽ കൂടെ പുറത്ത് വന്ന് രുദ്രതീർത്ഥ കുളത്തെ ഒന്ന് പ്രദർശനം ചെയ്യാനായിട്ട് വരിക. അവിടെയൊക്കെ വരുമ്പോൾ തിരക്കുകളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ഉത്സവത്തിൻ്റെ ആയി തുടങ്ങിയില്ലേ. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ കുറേശ്ശെ ആയി തുടങ്ങി. ഗൗരി നാരായണി നമസ്തേ. അങ്ങനെ ആ രുദ്രതീർത്ഥ കുളത്തെ പ്രദർശനം ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് നടുക്കുള്ള കാളിയമർദ്ദന രൂപിയാണ്. അതേപോലെ ഗുരുവായൂർ പൂന്താനം തിരുമേനി ഒഴിച്ചിരുന്ന വിഗ്രഹം ഇരിക്കുന്ന നാരായണാലയത്തിൽ പോയിട്ട് അതൊന്ന് കണ്ടു തൊഴാം. അവിടെ ധാരാളം ഭക്തർ ഭജന ഇരിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മളിങ്ങനെ
കൊടിമരത്തിൻ്റെ അവിടെ വന്നിട്ട് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പോകുന്നു. ഭഗവതിയുടെ അവിടെ എത്തി വീണ്ടും വലിയ ദീപസ്തംഭത്തിൻ്റെ അവിടെ വന്നിട്ട് ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കി തൊഴുത് തെക്കേ നടയിലുള്ള കൂവളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാനായിട്ട് വരാം. അങ്ങനെ പ്രദക്ഷിണം ചെയ്ത് കൂവളത്തെ പ്രദക്ഷിണം ചെയ്യുമ്പോൾ മഹാദേവനെയും പാർവതി ദേവിനെയും ഒക്കെ മനസ്സിൽ വിചാരിക്കാം. അപ്പോൾ അവരുടെ അനുഗ്രഹം നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ഇന്നത്തെയും ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കുന്നുണ്ട്. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദനാഥായ നമോ സർവഭൂതദയാപരക്ഷരക്ഷമഹാബാഹു ശാസ്തയേ സ്തുഭ്യം നമോ നമഃ. അങ്ങനെ അവിടെ കണ്ട് തൊഴുത് അങ്ങനെ വന്ന് പ്രദക്ഷിണമായിട്ട് വന്ന് പടിഞ്ഞാറ നടയിലുള്ള ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാലിനെ കണ്ടു തൊഴാം. പിന്നീട് നമ്മൾ കാണുന്നത് കൊടിമരത്തിൻ്റെ മുകളിലേക്ക് നോക്കിയ ഗരുഡധ്വജനെയും കണ്ടു തൊഴുത് നേരെ പടിഞ്ഞാറ് നടയിൽ കൂടെ പുറത്തേക്ക് വരിക. പുറത്തേക്ക് വന്ന് നേരെ രുദ്രതീർത്ഥ കുളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാനായിട്ട് വരിക. അങ്ങനെ വരുമ്പോൾ നടുക്കുള്ള കാളിയമർദ്ദന രൂപിയെ കണ്ടു തൊഴാം. പിന്നീട് നമ്മൾ കാണുന്നത് നാരായണാലയത്തിലേക്ക് വന്ന് പൂന്താനം തിരുമേനി പൂജിച്ചിരുന്ന ആ കണ്ണൻ്റെ വിഗ്രഹം കണ്ടു തൊഴാം. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ വന്ന് ദേവിയുടെ അവിടെയും അതേപോലെ വലിയ ദീപസ്തംഭത്തിൻ്റെ അവിടെ വന്നിട്ട് ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കി ഒന്നുകൂടി പ്രാർത്ഥിച്ച് തെക്കേ നടയിലുള്ള കൂവളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാനായിട്ട് പോവുക. അങ്ങനെ പ്രദക്ഷിണം ചെയ്യുമ്പോൾ മഹാദേവനും പാർവതി ദേവിനെയും ഒക്കെ മനസ്സിൽ വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഇന്നത്തെയും ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം.